മാത്രമല്ല അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ, അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. അല്ലാഹ് എന്ന് ആ മനുഷ്യന്റെ മുന്നിൽ പറയപ്പെട്ടാൽ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൈകാലുകൾ വിറയ്ക്കുമായിരുന്നു, എന്റെ ഭർത്താവിന്റെ കണ്ണ് നിറയുമായിരുന്നു, എന്റെ ഭർത്താവിന്റെ മുഖത്തെ പുഞ്ചിരിയെന്ന് മാറുമായിരുന്നു. എന്റെ പ്രിയമുള്ളവര്, അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ذكرallahu وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ പറയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, അവരുടെ മുന്നിൽ അല്ലാഹ് എന്ന പേരെന്ന് പറയപ്പെട്ടാൽ, അല്ലാഹ് എന്ന പേര് പറയപ്പെട്ടാൽ കണ്ണുകളെ നിറയുകയാണ്, കൈകാലുകൾ വിറയ്ക്കുകയാണ്. പഠിച്ചവരെ പേടിച്ച് വിറച്ചുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ മരണപ്പെട്ടുപോയ ഭർത്താവിന് അല്ലാഹു നല്ല മരണം കൊടുക്കാനുള്ള കാരണമെന്തെന്ന് തന്റെ പ്രിയപ്പെട്ട കൂടെ കിടന്ന ഭാര്യയോട് ചോദിക്കുമ്പോ ഭാര്യ പറഞ്ഞു കൊടുക്കുകയാ, എന്റെ ഭർത്താവ് അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച മനുഷ്യരാ. ഒരിക്കൽ പോലും പഠിച്ചവര് എന്റെ ഭർത്താവിന്റെ മുന്നിൽ പടച്ച റബ്ബിന്റെ പേരെന്ന് പറഞ്ഞാൽ, അല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്റെ ഭർത്താവിന്റെ കണ്ണ് നിറയുകയാണ്, കൈകാലുകൾ വിറയ്ക്കുകയാണ്, മുഖത്ത് സന്തോഷമങ്ങ് മാറുകയാണ്. പടച്ചവനെ എന്റെ ഭർത്താവ് പടച്ചവനെ പേടിച്ച് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു എന്ന് പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു കൊടുക്കുമ്പോ വെറുതെ പറഞ്ഞതല്ലടാ ചെറുപ്പക്കാരാ. നിനക്ക് ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ ചരിത്രം അറിയുമോ? മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തന്റെ അനുയായികളിൽപ്പെട്ട ഒരു മനുഷ്യൻ മരണപ്പെട്ടു. ആ മനുഷ്യന്റെ മയ്യത്ത് പള്ളിയിലേക്ക് നമസ്കരിക്കാൻ കൊണ്ടുപോയി, കബറടക്കാൻ കൊണ്ടുപോയി. ആ പടച്ചവരെ പള്ളിയിൽ കൊണ്ടുപോയി മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. എന്നിട്ട് എല്ലാവരും കൂടെ ജനാസ ചുമന്നുകൊണ്ട് പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന 6 അടി മണ്ണുണ്ടല്ലോ, അതാ കബറിന്റെ ചാരത്ത് കൊണ്ടുപോയി എന്റെ പ്രിയപ്പെട്ട അതാ മനുഷ്യന്റെ മയ്യത്തുണ്ടല്ലോ കബറിന്റെ അകത്ത് ഇറക്കി വെച്ചു, പലകയെടുത്ത് നിരത്തി മണ്ണിട്ട് മൂടി. എന്നിട്ട് എല്ലാവരും ചെടിയും നട്ടിട്ട് തിരിച്ചു പോകുമ്പോ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്ത് നിൽക്കുകയാണ്, പള്ളിപ്പറമ്പിൽ നിൽക്കുകയാണ്. പോയവര് മുഴുവനും ചോദിക്കുന്നു, തങ്ങള് എന്തിനാ ഖബർസ്ഥാനിൽ നിൽക്കുന്നത്, എന്തിനാണ് പള്ളിപ്പറമ്പിൽ നിൽക്കുന്നത്? അല്ലാഹുവേ, ആ മയ്യത്തിനോടുള്ള കടമകൾ കഴിഞ്ഞല്ലോ. മയ്യത്ത് കുളിപ്പിച്ചു, കഫൻ പൊതിഞ്ഞു, നമസ്കരിച്ചു, കൊണ്ടുവന്ന് പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്ത് കബറടക്കിയല്ലോ. എന്തിനാണ് പള്ളിപ്പറമ്പിൽ നിൽക്കുന്നത്? ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറയുകയാ, എനിക്ക് അല്പനേരം പള്ളിപ്പറമ്പിൽ നിൽക്കണം, എനിക്ക് ഈ ഖബർസ്ഥാനിൽ നിൽക്കണം. എന്തിനാണ് നിന്നതെന്നറിയുമോ? സാധേ നന്നാകണമെന്ന് തോന്നുന്നവരുണ്ടല്ലോ. ചെറുപ്പക്കാരാ, നന്നാകണമോടാ മോനെ, നിനക്ക് നന്നാകണമെന്ന് തോന്നുന്നുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് അബൂദർന്ന് പറയുന്ന സഹാബിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, നന്നാകണം നബിയോ, എനിക്ക് നന്നാകണം നബിയോ, അതിന് വല്ല വഴിയും പറഞ്ഞു തരുമോ നബിയോ? അല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചപ്പോ നബി പറഞ്ഞു കൊടുത്തു, പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്ത് പോകാരാ, പള്ളിപ്പറമ്പിലെ കബറാളുകളുടെ ചാരത്ത് പോകാരാ. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പള്ളിപ്പറമ്പിൽ നിന്നുകൊണ്ട് കൂട്ടുകാരോട് അയാ പറയുകയാ, എല്ലാവരും പൊക്കോ, എനിക്ക് കുറച്ചു നേരം ഇവിടെ നിൽക്കണം, എനിക്ക് കുറച്ചു നേരം ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ പള്ളിപ്പറമ്പിലെ ഏറ്റവും പഴക്കം ചെന്ന കബറിന്റെ ചാരത്തേക്ക് പോവുകയാണ്. ഏറ്റവും പഴക്കം ചെന്ന ഒരു കബറിന്റെ ചാരത്ത് നിന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ കരയുകയാ.
പള്ളിപ്പറമ്പിലെ ഒരു ഖബറിന്റെ ചാരത്ത് പോയിരുന്നിട്ട് മിണ്ടാതെ ഇരുന്ന് കരയുകയാ. അതാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ കരയുകയാണ്, മിണ്ടാതെ ഇരിക്കുകയാണ്, ഒന്നും പറയുന്നില്ല, ഒരക്ഷരം പോലും പറയാതെ ഖബറിന്റെ ചാരത്തിരുന്ന് കരയുമ്പോ അതാ ഖബർ ചോദിക്കുകയാ, ഒരുപാട് സമയമായല്ലോ എന്റെ ചാരത്ത് വന്നിരുന്ന് കരയാൻ തുടങ്ങിയിട്ട്, എന്നോടൊന്നും ചോദിക്കാറില്ലോ, എന്റെ വയറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യനെ കുറിച്ചൊന്നും ചോദിക്കാറില്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അതാ ഖബറിനോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയോ, ഖബറേ, നിന്റെ വീടിന്റെ അകത്തേക്ക്, ഖബറിന്റെ അകത്തേക്ക് ഒരു മനുഷ്യനെ ഇറക്കി വെച്ചാൽ നീ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് അതാ ഖബറിനോട് തന്നെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ചോദിക്കുമ്പോ ഖബർ പറയുകയാ, മസഖത്തുൽ അക്ഫാർ വശറഖത്തുൽ മുഖ്ലതൈൻ വാകൽതുൽ ലഹുമാ. ഖബർ പറഞ്ഞു കൊടുക്കുകയാ, എന്റെ വയറിന്റെ അകത്തേക്ക് ഒരു മനുഷ്യനെ എന്ന് ഇറക്കി വെച്ചാൽ അവന്റെ കഫൻ തുണികൾ വലിച്ചെറിയുകയാണ്, അവന്റെ കഫൻ തുണികൾ വലിച്ചെറിയുകയാണ്, അവന്റെ കണ്ണുകളുണ്ടല്ലോ അതാ കുത്തിപ്പൊട്ടിക്കുകയാണ്, അവന്റെ ശരീരം മുഴുവനും പുഴുക്കൾ തിന്നുകയാണ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട് ഖബർ പറഞ്ഞു കൊടുക്കുമ്പോ കിടന്ന് നിലവിളിക്കുകയാ. പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് കിടന്ന് നിലവിളിക്കുകയാണ്. ഉമർ തങ്ങളുടെ കരച്ചിലുണ്ടല്ലോ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ കരച്ചിൽ കണ്ടിട്ട് ഖബറിന് പോലും സങ്കടം തോന്നിപ്പോയടാ ചെറുപ്പക്കാരാ, ഖബറിന് പോലും അതുപോലെ കരഞ്ഞടാ. പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് കിടന്നിട്ട് അല്ലാഹുവേ, പടച്ചറപ്പിനെ കുറിച്ച് ഓർത്തിട്ട്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് ഓർത്തിട്ട് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് കിടന്ന് നിലവിളിക്കുമ്പോ ഖബറിന് പോലും വിഷമം തോന്നുകയാ, ഖബറിന് പോലും സങ്കടം തോന്നുകയാ. ആ ഖബർ പോലും ചോദിക്കുകയാ, അല്ലദുല്ലുക അലാ അക്ഫാനി ലാ തുബിലാ. ഖബർ പോലും ഉമർ തങ്ങളുടെ കരച്ചിൽ കേട്ടിട്ട്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ കരച്ചിൽ കേട്ടിട്ട് ആ ഖബർ പോലും പറഞ്ഞു കൊടുത്തു, എന്റെ വീടിന്റെ അകത്ത് രക്ഷപ്പെടാൻ ഞാൻ തന്നെ വഴി പറഞ്ഞു തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹുവിനെ പേടിക്കടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കൂ എന്റെ പ്രിയപ്പെട്ട പെണ്ണുകളെ. അല്ലാഹുവിനെ പേടിക്കുമോള്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന മനുഷ്യര് പടച്ചറപ്പ് നല്ല മരണം കൊടുക്കുന്നത് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു തരുമ്പോ ആർക്കാ അല്ലാഹുവിനെ പേടിയുള്ളത്? ആർക്കാണ് പടച്ചവനെ പേടിയുള്ളത്? ആർക്കാ പടച്ചറപ്പിനെ പേടിയുള്ളത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പടച്ചറപ്പിനെ പേടിച്ച് ജീവിച്ച മനുഷ്യനാ. അതുകൊണ്ട് ആ മരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ആയത്ത് മോദി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്നുറക്കെ പറഞ്ഞു. പടച്ചവനെ മയ്യത്ത് കാണാൻ വരുന്നവരുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് കടന്നത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല മരണം വേണോ, അള്ളാഹുവിനെ പേടിക്ക്, NRCയെ പേടിക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പൊ എല്ലാരും NRCയാ പേടിക്കണേ, എല്ലാവർക്കും പൗരത്വ ബില്ലിനെയാ പേടി, അള്ളാഹിനെ ആരും പേടിയില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കടാ പൊന്നുമോനെ. മരിക്കണ്ടേടാ, ഒരു ദിവസം മരിക്കണ്ടേ. ഞാനിപ്പോ വരുന്നത് ഒരു മരണ വീട്ടിൽ നിന്നാ. അള്ളാഹുവെ പടച്ചവനെ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ മാസം 18-ാം തീയതി ഞാനിവിടെ അടുത്ത് വയലിന് വന്നപ്പോ അള്ളാഹുവെ മംഗലാപുരത്തിന് ഹോസ്പിറ്റലിൽ കടന്നുപോയി. 19 വയസ്സുള്ള ഒരു പെണ്ണുമോള് ബ്രെയിൻ ട്യൂമർ പിടിച്ചിട്ട് ഒരുപാട് സർജറികൾ കഴിഞ്ഞു. അള്ളാഹുവെ 60-61 ദിവസമായിട്ട് ഒറ്റക്കടപ്പ, മൂക്കിലൊരു പൈപ്പ് വിട്ടുണ്ട്, ഈ കഴുത്തിലൊരു പൈപ്പ് കുത്തി ഇറക്കിയിട്ടുണ്ട്. അള്ളാഹുവെ, കൂടെ വന്ന ഫാറൂഖ് എന്ന് പറയുന്ന സഹോദരൻ കാണിച്ചു തന്നു, ഉസ്താദെ ഇതാണ് ആ കുട്ടി. അള്ളാഹുവെ, കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന പൊന്നുമോൾ. അള്ളാഹുവെ, ഒറ്റക്കടപ്പാ ചെറുപ്പക്കാരാ മോനെ. കളിച്ചു ചിരിച്ച് തന്റെ കൂട്ടുകാരുടെ കൂടെ പഠിക്കാൻ പോയി കളിച്ചു ചിരിച്ചിടുന്ന പൊന്നുമോൾ. അള്ളാഹുവെ, അവസാനം ഞാൻ ആ സഹോദരൻ പറഞ്ഞു, ഉസ്താദെ ഖുർആൻ ഊതുമ്പോ കണ്ണ്
തുറക്കും, ഖുർആൻ ഓതുമ്പോൾ കണ്ണു തുറക്കും, ഒന്നും സംസാരിക്കാറില്ല, ഒന്നും മിണ്ടാറില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ എന്റെ മനസ്സ് അനുവദിച്ചില്ല. ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, വീട്ടിൽ കൊണ്ടുപോയേക്കാൻ. വീട്ടിൽ കൊണ്ടുപോ. എന്തിനാ ഇവിടെ ഇട്ടിരിക്കണേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് രാത്രി തന്നെ അവര് വീട്ടിൽ കൊണ്ടുപോയി. പിറ്റേ ദിവസം രാവിലെ ആ പൊന്നുമോള് മരണപ്പെട്ടു പോയി. അള്ളാഹു ആ പൊന്നുപെങ്ങൾക്ക് ഷഹീദിന്റെ കൂലി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതമൊക്കെ ഇത്രയേ ഉള്ളടാ ചെറുപ്പക്കാരാ. ഇന്നലെ ഞാൻ മലപ്പുറം ജില്ലയിൽ വയലു പറയുമ്പോ ഒരു സഹോദരൻ വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദെ, 1 വയസ്സേ ഉള്ളൂ ഉസ്താദെ. 1.25 വയസ്സുള്ള എന്റെ കുഞ്ഞ് വീടിന്റെ മുറ്റത്ത് വെച്ചിരുന്ന ബക്കറ്റിലെ വെള്ളത്തിന്റെ അകത്ത് വീണു മരിച്ചുപോയി ഉസ്താദെ. ഒന്ന് ആലോചിച്ച് നോക്ക് സഹോദര. ആ ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദെ ദുആ ചെയ്. വീടിന്റെ മുന്നിൽ വെച്ചിരുന്ന ബക്കറ്റിന്റെ അകത്ത് വെള്ളമുണ്ടായിരുന്നു. ആ വെള്ളത്തിന്റെ അകത്ത് വീടിന്റെ മുറ്റത്ത് നിന്ന് കളിച്ചുകൊണ്ടിരുന്ന തന്റെ പൊന്നാര 1.25 വയസ്സുള്ള മകൻ അതിനകത്ത് തലകീഴായി വീണു മരിച്ചുപോയി ഉസ്താദെ. മോനെ, ഇത്രയേ ഉള്ളടാ ജീവിതത്തിന്റെ വില, ഇത്രയേ ഉള്ള നമ്മുടെ ആയുസിന്റെ വില. മോനെ, നീ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കടാ ചെറുപ്പക്കാരാ. അള്ളാഹിനെ പേടിച്ച് ജീവിച്ച അള്ളാഹ് നല്ല മരണം തരും. അള്ളാഹു നല്ല മരണം തരും. അതുകൊണ്ട് അള്ളാഹുവിനെ പേടിക്ക്, അള്ളാഹിനെ പേടിക്ക്. നാട്ടുകാരെ പേടിക്കുന്നല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ എന്തേടാ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അള്ളാഹ് കാണുന്നുണ്ടെന്നുള്ള ചിന്ത എന്തേ നമുക്കില്ലാതെ പോയത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഇന്ന് പാർക്കിൽ പോയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിന്റെ ചുവട് കിട്ടിയാൽ ആണും പെണ്ണും കൂടെ ഇരുന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആണും പെണ്ണും ഒരു കൊടയുടെ കീഴിൽ, ആരും കാണാനില്ലെങ്കിൽ അള്ളാഹുവേ, ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഏതെങ്കിലും ഒരു മനുഷ്യൻ നടന്നു വന്നാൽ ഏറ്റവും വലിയ സങ്കടം എന്തെന്നറിയുവോ? ഒരാണും പെണ്ണും കൂടെ നമ്മൾ റൂമിന്റെ അകത്തിരുന്ന് മൊബൈൽ കുത്തുന്നു, മൊബൈലിലൂടെ ആവശ്യമില്ലാത്തത് കാണുന്നു, അല്ലെങ്കിൽ കാമുകിയോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും ഒന്ന് കയറി വന്നാൽ നമ്മൾ പെട്ടെന്ന് നേരെയിരിക്കും. മരത്തിന്റെ ചുവട്ടിൽ കാമുകനും കാമുകിയും കൂടെ കെട്ടിപ്പിടിച്ച് ചുംബനം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് വാച്ചുമാൻ കടന്നു വന്നത്. ഉടനെ രണ്ടുപേരും മാറിയിരിക്കും. നീ ചിന്തിച്ചു നോക്ക്, കേവലം ഒരു വാച്ചുമാനെ കണ്ടപ്പോ നീ ആ തെറ്റിൽ നിന്ന് പിന്തിരിഞ്ഞു. എന്നാൽ അള്ളാഹ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നില്ലേടാ? ആ വാച്ചുമാന് കൊടുത്ത, ആ വാച്ചുമാനെ പേടിച്ച പേടി അള്ളാഹിനെ നെടും നിനക്കില്ലാതെ പോയല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്ക്, പടച്ചവനെ പേടിച്ച് ജീവിക്കടാ. ഇതെല്ലാം അള്ളാഹു പിടിച്ചു നിർത്തിയിട്ട് എണ്ണി ചോദിക്കുന്ന ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും വരാനുണ്ടല്ലോ. ഞാൻ ചെയ്തു കൂട്ടിയത് മുഴുവനും അള്ളാഹു എന്നോട് പിടിച്ചു നിർത്തി ചോദിക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഞാനത് മറുപടി പറയണമല്ലോ. ഈ ചെയ്തു കൂട്ടിയതിന് മുഴുവനും അള്ളാഹുവിനോട് ഞാൻ മറുപടി പറയേണ്ട ഒരു ദിവസം എനിക്ക് വരാനുണ്ടല്ലോ. എന്തേടാ മോനെ ചിന്തിക്കാത്തത്? കള്ളു കുടിക്കുമ്പോ, കഞ്ചാവടിക്കുമ്പോ, മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോ, നിനക്കിഷ്ടപ്പെടുന്ന രീതിയിൽ തോന്നിവാസങ്ങൾ കാണിച്ച് ജീവിക്കുമ്പോ നീ എന്തേ ചിന്തിക്കാത്തത്? അള്ളാഹ് ഇതെല്ലാം കാണുന്നുണ്ട്. അള്ളാഹു നാളെ എന്നോട് ഇതെല്ലാം പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുമ്പോ ഞാനിതിന് മറുപടി പറയണമല്ലോ എന്നുള്ളൊരു ചിന്ത നിനക്ക് എന്തുകൊണ്ടില്ലാതെ വരുന്നു? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്ക്, അള്ളാഹിനെ പേടിച്ച് ജീവിക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, പെങ്ങളെ, ഉസ്താദന്മാരെ കാണുമ്പോൾ തലമറയ്ക്കാൻ നിനക്ക് വല്ലാത്ത ഉത്സാഹമാണ്. ഉസ്താദന്മാരെ കാണുമ്പോ തലമറയ്ക്കുകയാണ്. എന്തിനാ പെങ്ങളെ ഉസ്താദിനെ കാണുമ്പോൾ തലമറയ്ക്കുന്നത്? ഉസ്താദ് അള്ളയൊന്നുമല്ലല്ലോ, പക്ഷെ അള്ള കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ. അതുകൊണ്ട് പടച്ചറപ്പിനെ പേടിച്ച് ജീവിക്കൂ. അങ്ങനെ പടച്ചറപ്പിനെ പേടിച്ച് ജീവിച്ചാ അല്ലാഹു നിനക്കൊരു നല്ല മരണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, കടലായ അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല മരണം തരണേ അല്ലാഹ്. ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുമ്പോ, വെള്ളിയാഴ്ച രാവിലെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്നുറക്കെ പറഞ്ഞുകൊണ്ട് സ്വർഗ്ഗം കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്.
തീർത്ഥാടകര ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. എന്തിനു വേണ്ടിയാ? അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയല്ലോ, പടച്ചറപ്പിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന ഒരു ഭവനത്തിന് വേണ്ടിയല്ലോ. പടച്ചവനെ പൈസ കൊടുത്തില്ലെങ്കിലും ഒരാൾ എഴുന്നേറ്റ് പോകരുത്. അല്ലാഹുവേ നല്ല ഒരു നിയ്യത്തോട് പടച്ചറപ്പിന് വേണ്ടിയാണെന്നുള്ള ചിന്തയോട് അല്ലാഹുവേ എനിക്കൊരു നല്ല മരണം തരണേ എന്ന നിയ്യത്തോട് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ ചെയ്യൂ. അല്ലാഹുവേ ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നു അവർക്ക് നീ ഒരു നല്ല മരണം കൊടുക്കണേ അല്ലാഹ്. ഒരു നല്ല മരണം കൊടുക്കണേ അല്ലാഹ്. അവരുടെ ശരീരത്തിൽ ഏതെങ്കിലും അറുത്തു മുറിക്കുന്ന മാരക രോഗങ്ങളോ ക്യാൻസറോ ട്യൂമറോ അതുപോലെ തകർന്നിരിക്കുന്ന രോഗങ്ങളോ ഏതെങ്കിലും മാറാ രോഗത്തിന്റെ നിൽക്കുന്നവരുടെ ശരീരത്തിലുണ്ടോ അല്ലാഹുവേ സദഖയുടെ ഇടത്തുകൊണ്ട് സദഖയുടെ ബർക്കത്ത് കൊണ്ട് നീ കരിച്ച് കളയണേ അല്ലാഹ്. നീ കരിച്ച് കളയണേ അല്ലാഹ്. സർവ വിപത്തുകളും മാറ്റണേ അല്ലാഹ്. സർവ മുസീബത്തുകളും തട്ടി മാറ്റണേ അല്ലാഹ്. സർവ സിഹറുകളും ബാധിരാക്കണേ അല്ലാഹ്. പഠിച്ചവര് ആരാണോ മനസ്സറിഞ്ഞുകൊണ്ട് നല്ല സദഖ കൊടുക്കുന്നത് ഈ കൊടുക്കുന്നവർക്ക് മരിക്കുന്ന സമയത്ത് സ്വർഗ്ഗം കണ്ട് മരിക്കാൻ എനിക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാഹുവേ. ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് നല്ല സദഖ കൊടുക്കുന്നു നീ അവരെ കൈവിടല്ലേ അല്ലാഹ്. നീ അവരെ കൈവിടല്ലേ അല്ലാഹ്. മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സദഖ അല്ലാഹുവേ എന്റെ സർവ്വ ശർറും മുസീബത്തും സർവ്വതും അല്ലാഹുവേ ഇന്നത്തോടുകൂടി നീ എനിക്ക് മാറ്റിത്തരണമെന്നൊരു നിയ്യത്തോടെ എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സദഖ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്ക്, പടച്ചറബിനെ പേടിച്ച് ജീവിക്ക്. പടച്ചറബിനെ പേടിക്കുന്നവന് അല്ലാഹു നല്ല മരണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ രണ്ടാമത്തെ നല്ല കാര്യം എന്തെന്നറിയുമോ? ഒരു നല്ല മരണം കിട്ടാൻ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനോട് കൂടിയുള്ള ഒരു നല്ല മരണം വേണോ? ഈമാനോട് കൂടിയുള്ള ഒരു നല്ല മരണം വേണോ? എന്റെ പ്രിയമുള്ള സഹോദരാ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നല്ല മരണം കിട്ടാനുള്ള രണ്ടാമത്തെ കാര്യമെന്താ? പ്രഭാത സമയങ്ങളിലുള്ള ഇബാദത്തുണ്ടല്ലോ, വെളുപ്പാങ്കാല സമയത്തുള്ള ഇബാദത്തുകളുണ്ടല്ലോ. രാവിലെ സുബ്ഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കുന്നവരുണ്ട്. സുബ്ഹി ജമാഅത്തായി നമസ്കരിക്കുന്നവരുണ്ട്. അത് കഴിഞ്ഞ് പടച്ചവരെ സൂര്യനിരിക്കുന്ന സമയം വരെ നിസ്കാര പായയിൽ നിന്നുകൊണ്ട് ദിക്റ് പറയുന്നവരുണ്ടല്ലോ. അവർക്ക് പടച്ചറപ്പ് നല്ല ഒരു മരണം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ പറഞ്ഞത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമസ്കരിക്കുന്നവർക്ക് നല്ല മരണം കൊടുക്കുമെന്ന്. നമസ്കരിക്കുന്നവർക്ക് അഞ്ചുനേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ നിനക്കല്ല നല്ല മരണം തരുമെന്ന് അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വാ. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത് നല്ല
മരണം വരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. പ്രിയമുള്ള ചെറുപ്പക്കാരാ, സാബിത്ത് ഇബ്നു ബുനാൻ റളിയല്ലാഹു തആല അൻഹു, സാബിത്ത് ഇബ്നു ബുനാൻ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ മരണത്തിന്റെ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. അവരുകൾ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. നമസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം കേൾക്കൂ. പറഞ്ഞത് നല്ല മരണം തരുമെന്ന്. 5 വഖത്ത് നമസ്കരിക്കുന്നവർക്ക് അല്ലാഹു നല്ല മരണം കൊടുക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ മഹാന്മാരുടെ ചരിത്രം നിനക്കറിയാം. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് നേരം നിസ്കരിച്ച് ജീവിച്ചിരുന്ന എത്രയോ മഹാന്മാർക്ക് അല്ലാഹു നല്ല മരണം കൊടുത്ത ചരിത്രം നിനക്കറിയുമല്ലോ. ഹദീസിന്റെ കിതാബിൽ നോക്കൂ. ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹു, ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. മരണത്തോട് ഓടിച്ചുകൊണ്ട് കിടക്കുകയാണ്. ആ സമയത്ത് തന്റെ ഭാര്യയും മക്കളും കുടുംബക്കാരും മുഴുവനും ചാരത്ത് വന്ന് കരയുകയാ. മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന ഇമാം അഹ്മദ് തങ്ങളുടെ ചാരത്ത് വന്നിരുന്ന ഈ കുടുംബക്കാർ മുഴുവനും കരയുമ്പോ മഹാനവറുകൾ പറഞ്ഞതെന്തെന്നറിയുമോ? നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങൾ എന്തിനാ കരയുന്നത്? എന്നെ ഓർത്തിട്ട് നിങ്ങൾ ഒരിക്കലും കരയണ്ട. എന്നെ ഓർത്തിട്ട് നിങ്ങൾ കരയണ്ട. എന്റെ മരണത്തെ കുറിച്ച് നിങ്ങൾ അപരാധിപ്പെടണ്ട. കാരണം എന്തെന്നറിയുമോ? അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നമസ്കരിക്കുന്നവന് നല്ല മരണം കൊടുക്കുമല്ലോ. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ഭാര്യയും മക്കളും കുടുംബക്കാരും എല്ലാവരും അടുത്തു വന്ന് നിന്ന് കരയുകയാ. മഹാനവറുകൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയണേ? നിങ്ങൾ എന്തിനാ കരയണേ? എന്നെ ഓർത്തിട്ട് നിങ്ങൾ ആരും കരയണ്ട. എനിക്ക് അല്ലാഹു നല്ല മരണം തരും. എനിക്ക് അല്ലാഹു നല്ല മരണം തരും. കാരണം അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നിസ്കരിക്കുന്നവൻ അല്ലാഹു നല്ല മരണം കൊടുക്കും. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, നിസ്കരിക്കുന്നവൻ അല്ലാഹു നല്ല മരണം കൊടുക്കും. ഇമാം അഹ്മദ് തങ്ങൾ തന്റെ കുടുംബക്കാരോട് പറയുകയാ, 50 കൊല്ലമായിട്ട് ഞാൻ തക്ബീറത്തുൽ ഇഹ്റാം മുടക്കാറില്ല. സുബ്ഹാനല്ലാഹ്. ഇമാം അഹ്മദ് തങ്ങൾ തന്റെ കുടുംബക്കാരോട് പറയുകയാ, 50 വർഷക്കാലമായിട്ട് ഞാൻ എന്റെ തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹുവേ പള്ളിയിൽ നമസ്കാരം നടക്കുമ്പോ ആ ഇമാം കൈകെട്ടുമ്പോ തൊട്ടു പുറകിൽ നിന്ന് കൈകെട്ടാൻ തുടങ്ങിയിട്ട് 50 കൊല്ലമായി എനിക്ക് ഒരൊറ്റ വഖത്ത് പോലും മുടക്കിയ ഓർമ്മയില്ല. ഞാൻ 50 കൊല്ലമായിട്ട് 5 നേരം നിസ്കരിക്കുന്നവനാ. എനിക്ക് അല്ലാഹു നല്ല മരണം തരും. എന്നെ കുറിച്ച് നിങ്ങൾ ആവലാതിപ്പെടണ്ട എന്ന് മഹാനായ ഇമാം അഹ്മദ് തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ 50 കൊല്ലമായിട്ട് തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹുവേ ഇമാം കൈകെട്ടുമ്പോ തൊട്ടു പുറകിൽ നിന്ന് 1-ാമത്തെ റക്അത്തിൽ ഇമാമിന്റെ തൊട്ടു പുറകിൽ കൈകെട്ടിയ മഹാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കങ്ങനെ അവകാശപ്പെടാൻ കഴിയുമോ? നമുക്കങ്ങനെ അവകാശപ്പെടാൻ കഴിയുമോ? എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നമസ്കാരത്തിന്റെ കാര്യം മറന്നു പോകരുത്. പ്രത്യേകിച്ച് ഏത് നമസ്കാരം എന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ 2 വഖത്ത് നമസ്കാരങ്ങളോ പടച്ചവനെ മുനാഫിഖീങ്ങൾക്ക് വല്ലാത്ത പ്രയാസമുള്ള നമസ്കാരമാ. എന്റെ പ്രിയമുള്ള സഹോദരാ, വെളുപ്പാകാലത്തുള്ള നമസ്കാരമുണ്ടല്ലോ, ആ സുബഹിന്റെ തൊട്ടുമുമ്പ് എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിക്കുന്ന ഒരു സ്വഭാവമുള്ള പല ചെറുപ്പക്കാരുമുണ്ട്, ചില പെങ്ങന്മാരുമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, സുബഹിയുടെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഉമ്മ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നിസ്കരിക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണിനെ സദസ്സിലുണ്ടെങ്കിൽ നിന്റെ മഹത്വം നിനക്കറിയുമോ? നിന്റെ സ്ഥാനം നിനക്കറിയുമോ? മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറയുകയാണ്, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് 3 അടയാളമുണ്ട്. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് 3 അടയാളമുണ്ട്. നമുക്കെല്ലാവർക്കും അല്ലാഹുവിനെ വല്ലാത്ത ഇഷ്ടമാണ്. പക്ഷേ പടച്ചവൻ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ? അല്ലാഹു തിരിച്ച് നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ? അറിയണോ ചെറുപ്പക്കാരാ, അറിയണോ പെങ്ങള്, അല്ലാഹു നിന്നെ സ്നേഹിക്കുന്നു എന്ന് നിനക്കറിയണോ? ഇമാം ഗസാലി തങ്ങൾ 3 അടയാളമാണ് പറഞ്ഞു തന്നത്. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് 3 അടയാളമുണ്ട്. അതിലൊരു അടയാളം എന്തെന്നറിയുമോ? പാതിരാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു നല്ല സ്വഭാവം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടോ?
എങ്കിലും നിന്നെ അല്ലാഹു ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളമാണ്. വെളുപ്പാകാലത്ത് 3 മണിക്ക് 4 മണിക്ക് 4:30 സുബ്ഹാനല്ലാഹ് വിളിക്കുന്നതിന് മുമ്പേ എഴുന്നേറ്റ് പച്ചവെള്ളത്തിൽ ഉളവെടുത്തിട്ട് നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, നിന്നെ അല്ലാഹു സ്നേഹിക്കുന്നുണ്ടടാ. പടച്ചവൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിന്റെ അടയാളമാണ് നിനക്ക് എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയുമെന്ന് ഇമാം ഗസാലി തങ്ങൾ പറയുന്നു. എന്റെ പ്രിയമുള്ള വാപ്പാ, സാബിസ്ബിന് ബുനാദ് റളിയല്ലാഹു തആല അൻഹു ആ മഹാനവറുകളുണ്ടല്ലോ, മരണത്തോട് പേടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. ചുണ്ടരിക്കുന്നുണ്ട്, ചുണ്ടനങ്ങുന്നുണ്ട്. അല്ലാഹുവേ എന്താണ് പറയുന്നതെന്നറിയോ? അവറിന്റെ ഗതിയിരുന്ന് നിസ്കരിക്കാൻ ആർക്കെങ്കിലും അവസരം കൊടുത്താ അവസരം എനിക്ക് തരണേ അല്ലാഹ്. മഹാനായ മഹാനവറുകൾ അവിടെ നിന്ന് പടച്ചറപ്പിനോട് പറയുകയാ. എന്താണ് പറയുന്നത്? സാബിത്ത് ബുനാദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുകയാ. ഖബറിന്റെ അകത്ത് നമസ്കരിക്കാൻ ആർക്കെങ്കിലും അനുവാദം കൊടുക്കുമെങ്കിൽ ആ അനുവാദം എനിക്ക് തരണേ അല്ലാഹ് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ അവിടെ നിന്ന് മരണപ്പെടുകയാ. അവിടുത്തെ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് കൊണ്ടുപോയി മയ്യത്ത് ഖബറടക്കുകയാണ്. ആ ഖബറിന്റെ അകത്ത് മയ്യത്ത് ഇറക്കി വെച്ചു. എന്നിട്ട് അല്ലാഹുവേ എല്ലാവരും ഖബറടക്കിയിട്ട് തിരിഞ്ഞു പോവുകയാണ്. മഹാനവറുകള് രാത്രി കുടുംബക്കാര് സ്വപ്നം കണ്ടു. മഹാനവറുകളുടെ തന്റെ കൂട്ടുകാര് സ്വപ്നം കണ്ടു. അവരും സ്വപ്നം കണ്ടത്, എല്ലാവരും സ്വപ്നം കണ്ടത് മഹാനവറുകൾ ഖബറിന്റെ അകത്തിരുന്ന് നിസ്കരിക്കുന്നതാ. മഹാനവറുകളുടെ കുടുംബക്കാരും കൂട്ടുകാരും എല്ലാവരും സ്വപ്നം കണ്ടു. എന്താണ് സ്വപ്നം കണ്ടത്? സാബിത്ത് ബുനാദ് റളിയല്ലാഹു തആല അൻഹു ഖബറിന്റെ അകത്തിരുന്ന് നിസ്കരിക്കുന്നതാ. ഖബറിന്റെ അകത്തിരുന്ന് നിസ്കരിക്കുന്ന രംഗമാ. എല്ലാവരും കൂടെ സുബ്ഹി കഴിഞ്ഞിട്ട് മഹാനായ സാബിത്ത് ബുനാദ് തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. എന്നിട്ട് മഹാനവറുകളുടെ പൊന്നുമോളോട്, മോളെ നിന്റെ വാപ്പ ഖബറിന്റെ അകത്തിരുന്ന് നിസ്കരിക്കുന്നതായി ഞങ്ങൾ സ്വപ്നം കണ്ടു. നിന്റെ വാപ്പയ്ക്ക് പ്രതിഫലം കിട്ടാനുള്ള കാരണമെന്തോ? നിന്റെ വാപ്പയ്ക്ക് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്തിരുന്ന് പോലും നിസ്കരിക്കാൻ ഭാഗ്യം കിട്ടാതെ നിന്റെ വാപ്പ എന്ത് സൽക്കർമ്മമാണ് ചെയ്തതെന്ന് സാബിത്ത് ബുനാദ് തങ്ങളുടെ മകളോട് അതാ കുടുംബക്കാരും കൂട്ടുകാരും ചോദിച്ചപ്പോ പൊന്നുപോലെ പറഞ്ഞ മറുപടി എന്താ? ഞാനിതാ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് എന്റെ വാപ്പ ദുആ ചെയ്യുന്നത് കേട്ടോ. എന്റെ വാപ്പ നിസ്കാരപ്പായിൽ നിന്നിട്ട് പടച്ചവനെ എനിക്ക് ഖബറിന്റെ അകത്തിരുന്ന് നിസ്കരിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്. ചെയ്യുന്നത് കേട്ടിട്ടാണ് ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ എഴുന്നേൽക്കുന്നതെന്ന് മഹാനായ സാബിത്ത് ബുനാദ് തങ്ങളുടെ പൊന്നാര മകള് പറയുമ്പോ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നമസ്കാരം നിസാരമല്ലടോ. നിസാരമായി തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. നമസ്കരിച്ചാൽ അല്ലാഹു നല്ല മരണം തരികയാണ്. ചെറുപ്പക്കാരാ, മണ്ണിലെ ഖബറുണ്ടല്ലോ, ആ ഖബർ നീ കണ്ടിട്ടുണ്ടല്ലോ. ആപ്പാനെ കൊണ്ട് ഖബറടക്കിയല്ലോ, ആനെ കൊണ്ട് ഖബറടക്കിയല്ലോ, കൂട്ടുകാരെ കൊണ്ടുപോയി ഖബറടക്കിയല്ലോ, ഒരുപാട് കുടുംബക്കാരെ കൊണ്ടുപോയി ഖബറടക്കിയല്ലോ. ആ ഖബറിന്റെ അകത്ത് ഒരു ദിവസം നിന്നെയും കൊണ്ടുപോയി ഖബറടക്കുമല്ലോ. ആ പള്ളിപ്പറമ്പിലെ വെളിച്ചമില്ലാത്ത വലിയ ഖബറുണ്ടല്ലോ, പാമ്പുകളും തേലുകളുമുള്ള ഖബറുണ്ടല്ലോ. ആ ഖബറിന്റെ അകത്ത് നിനക്ക് രക്ഷപ്പെടണോ ചെറുപ്പക്കാരാ? നിന്റെ
മണ്ണറ മണിയറയാക്കണമെങ്കിലോ എന്റെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണമെങ്കിലോ എന്റെ പൊന്നുമോനെ നമസ്കാരത്തിന്റെ കാര്യം മറന്നു പോകല്ലേടാ ചെറുപ്പക്കാരോ. എന്റെ പൊന്നാര മകൻ കൊടുത്ത ഉപദേശങ്ങളുടെ ഉപദേശമാണ് നമസ്കാരം മുടക്കരുത്, നമസ്കാരം കളയാക്കരുത്, ഒരു വകുപ്പ് പോലും നീ മുടങ്ങാൻ പാടില്ല. 5 നേരം നിസ്കരിച്ച അവരുടെ അദാബുകളെ തൊട്ട് നിനക്ക് രക്ഷ കിട്ടുമെന്ന് മഹാനായ അബൂ സിനാൻ റളിയല്ലാഹു തആല അൻഹു എന്റെ പൊന്നാര മകനെ ഉപദേശിച്ചതായി ചരിത്രത്തിൽ കാണാം. അതുകൊണ്ട് ചെറുപ്പക്കാരാ നമസ്കരിക്കടാ പൊന്നോട്. എന്റെ ജീവിതത്തിലെ സർവ്വ പ്രശ്നങ്ങളുണ്ടല്ലോ, ഉസ്താദേ ജോലിയില്ല, ഉസ്താദേ കടമാട്, ഉസ്താദേ കച്ചവടമില്ല, ഉസ്താദേ സമാധാനമില്ല, വീടിന്റെ അകത്ത് സമാധാനമില്ല, തൃപ്തിപ്പെടാൻ കഴിയുന്നില്ല, ഒരുപാട് ടെൻഷൻ അടിച്ചുകൊണ്ട് നടക്കുന്ന